ആദ്യം TI പേപ്പർ ബ്ലെൻഡാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ പേപ്പർ എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് നമുക്ക് ഇത്ര വേണം, ഞാൻ അതിനനുസരിച്ചാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് നിങ്ങൾക്ക് കൂടുതലായും കുറച്ച് വീട്ടിലിട്ടാൽ പോകാം. അത് ജസ്റ്റ് അതിനെ ഇങ്ങനെ മുടക്കി ആണ് കട്ട് ചെയ്യുന്നത്. മടക്കി കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് സൈഡ് ഒരേ കിട്ടാൻ വേണ്ടിയാണ് മടക്കി കട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഇത് മടക്കട്ടിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫ്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലീഫ് വേണ്ടത്. നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ലീഫിൻ്റെ രീതി ചേഞ്ച് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏത് രീതിയാണ് ഏത് ഷേപ്പാണ് വേണ്ടത് ആ രീതി കട്ട് ചെയ്തത്. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ജസ്റ്റ് ആ ഒരു ഭാഗം ഉണ്ട്, നട്ടിൻ്റെ ഭാഗം വരുന്ന ആ ഒരു ലീഫിൻ്റെ നടുക്കൂടെ വരുന്ന ആ ഒരു ഭാഗത്ത് കട്ടിയായിട്ട് എടുക്കാൻ ശ്രമിക്കുക. ഇത് വേണമെങ്കിൽ നമുക്ക് അത് മടക്കി വേണമെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഇവിടെ മടക്കിയല്ല ജസ്റ്റ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് എല്ലാ ഭാഗവും തന്നെ ട്വിസ്റ്റ് ചെയ്തെടുക്കുക. ട്വിസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് നമുക്ക് എങ്ങോട്ടാണോ പോകേണ്ടതല്ല ആ ഒരു രീതിയിലോട്ട് അങ്ങോട്ടാക്കി കൊടുത്താലും മതി. അത് ജസ്റ്റ് എല്ലാം ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കുറച്ചതായിട്ട് കീറും. അത് കിട്ടുമൊന്നുമില്ല, പക്ഷെ ഭയങ്കരമായിട്ട് കീറരുത് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്നത് ഇതെന്താ ചെയ്യാം, ഞാൻ വേറൊന്നും ഇതാണ് ഉദ്ദേശിച്ചത്, പക്ഷേ ഇതാണ് ചെയ്യാൻ തോന്നിയത്. അപ്പം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക, ഫോൾഡ് ചെയ്തെടുക്കുക. ഫോൾഡ് ചെയ്ത് ജസ്റ്റ് ഇതെല്ലാം ലീഫുകളെല്ലാം ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കുക. ഓപ്പൺ ചെയ്തതിന് ശേഷം എന്താണ് നിങ്ങൾക്ക് ബേസായിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കുക. ഈ പേപ്പർ വെച്ചൊരു ബേസ് ഉണ്ടാക്കുക, അതായത് ഒരു പോട്ട് ഷേപ്പിൽ എന്തെങ്കിലും ഉണ്ടാക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പെർഫ്യൂമിൻ്റെ അടപ്പാണ്. അതുകൊണ്ട് ജസ്റ്റ് എല്ലാവർക്കും ഇങ്ങനെ ഫേസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൽ അകത്തുനിന്ന് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാം. അടുത്ത് നമ്മൾ ചെയ്യുന്നത് പൂക്കൾ വെച്ച് നിങ്ങൾ നോർമലി എന്താണ് റീൽസിലും ഷോർട്സിലൊക്കെ കാണാറുള്ളതാണ്, പക്ഷെ എന്നാലും ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. അത് ജസ്റ്റ് ഇങ്ങനെ ഡോട്ടർ നീളൊരു ഭാഗം കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് അപ്പുറത്ത് ഓപ്പോസിറ്റ്, അതായത് സിക്സാഗ് പോലെ ഇടുക ലീവ്സ്, അതായത് നീളെ പൊങ്ങിയത് പോയിട്ട് നോക്കുക. അതായത് സിക്സാഗ് ചെയ്യുന്നത്. അതാണ് ഞാൻ 4 ചെയ്യുന്നത്. ഞാൻ കുറേ ഒന്നും ചെയ്യുന്നില്ല, ചെറിയ രീതിയിലാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ സിക്സാഗ് രീതിയിൽ നമ്മൾ 4 ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെയുള്ള ഗ്രീനോ ഇഷ്ടമുള്ള കളർ, അതായത് ലീഫ് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കളർ അതുപോലെയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ എക്സ്ട്രാ ഗ്ലൂഗണൊക്കെ യൂസ് ചെയ്യുന്ന നൂല് പോലെയൊക്കെ വരും. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയുക. ഇതിനകത്ത് ഗ്രീൻ കളർ പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഉള്ളിൽ ചേർക്കരുത്, നല്ല കട്ടിക്ക് വേണം പെയിൻറ്റ് അടിക്കാൻ. ആ ഒരു ഇതിലായില്ലെങ്കിൽ വീണ്ടും 2-3 കോട്ടിങ് കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. വീണ്ടും ഇത് കൊടുത്തതിന് ശേഷം ഇതിൽ ഉണക്കാൻ വേണ്ടി തന്നെ കൊടുത്തു. അതിനുശേഷം എന്താണ് കുറച്ച് ക്ലേ അതിൻ്റെ അകത്തേക്ക് വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് കാരണം ഒന്ന് തിരിച്ച് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതിങ്ങനെ കുത്തിനെ നിൽക്കുന്ന അത് അവോയ്ഡ് ആക്കാൻ വേണ്ടി കുറച്ച് ഇത്തിരി ഒന്ന് ലീറ്റർ വെച്ച് ഇങ്ങനെ ചൂട് കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വീഴും. അപ്പം നമ്മൾ അതിനകത്ത് കുറച്ച് താത്തം കൊടുത്താൽ മതി. അപ്പോൾ ഈ പ്ലാന്റും റെഡിയാവും. ഇനി അടുത്ത് നമുക്ക് ക്ലേയും തെർമോക്കോൾ ബോൾസും വെച്ച് എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്ക് എന്തെങ്കിലും ഇതങ്ങനത്തെ റോപ്പോ കുഞ്ഞു റോപ്പോ, ഇതിപ്പോൾ പേപ്പർ ടോയിനാണ് കേട്ടോ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എന്താണ് സ്റ്റീലിൻ്റെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഇതെടുത്താലും മതി. നിങ്ങളിലുള്ള ഏതാണോ ആ ഒരു ഇതെടുത്താലും മതി. പേപ്പർ ചുറ്റിയെടുത്താലും മതി. എന്നിട്ട് ഞാൻ ആദ്യം എടുക്കുന്ന ക്ലേ ആണ്. ക്ലേ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു ചെറുത് മുതൽ വലിയ വരെ ഒരു എന്താണ്, ഞാനിത് ബോർഡിലാവാതിരിക്കാൻ വേണ്ടിയാണ് ക്ലേ ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഇങ്ങനെ നീളത്തിലാക്കിയിട്ട് എന്താണ് റോള് നമുക്ക് ഇത്ര സൈസ് വേണോ ആ രീതി ചെയ്യുന്നു. എനിക്കൊന്ന് കളർ അത്ര പോരെന്ന് തോന്നി. ഇപ്പം ഞാൻ വിചാരിച്ചു അത് കുറച്ചും കൂടി കളറാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുറച്ച് പെയിൻറ്റ് ആഡ് ചെയ്ത് ഇതിനകത്ത് കുറച്ചുകൂടി പെയിൻറ്റ് ആഡ് ചെയ്ത് അത് മിക്സ് ആക്കിയപ്പോൾ ഇത് നല്ലൊരു ഡാർക്ക് കളർ കിട്ടി. ഇത് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഈ ഒരു ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഇത് ഡാർക്ക് കളർ ആക്കിയതിന് ശേഷം കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുണ്ട്. നല്ലപോലെ എന്താണ് ഒരു സിലിണ്ടറിക് ഷേപ്പ് ആക്കിയിട്ട് എന്താണ് കുഞ്ഞു ബോൾസ് ആക്കി എടുക്കുക. വലുത് കുഞ്ഞിലോട്ട്, അതായത് നമ്മളിപ്പം പ്ലാന്റ്സ് കിളിച്ച് വരുമ്പോഴത്തേക്ക് വലുത് എന്താണ് ആദ്യം വന്നാൽ പിന്നെ വലുതായിട്ട് പിന്നെ കുഞ്ഞിങ്ങനെ അങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ ആ രീതി അറേഞ്ച് ചെയ്യാൻ വേണ്ടിയായിരുന്നു, പക്ഷേ അത് എനിക്കൊന്നും അറേഞ്ച് ചെയ്തില്ല. പക്ഷേ അത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അങ്ങനെ ചിലതൊക്കെ അറേഞ്ച് ചെയ്ത് അടിപൊളിയാണ് കാണാൻ. അതിൻ്റെ ജസ്റ്റ് എന്താണ് ഇങ്ങനെ കുഞ്ഞു റോൾസ് ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ജസ്റ്റ് എന്താ ഉണക്കാൻ വേണ്ടി വെക്കുന്നു, ഡ്രൈ. കാരണം ഈ ക്ലേ എനിക്ക് കുറേ പണിയൊന്നും ചെയ്തു. ഇന്ന ടൈമിൽ കാറ്റ് വന്നടിച്ചു, അങ്ങനെ വീണ്ടും വന്ന് ഒട്ടി. പിന്നെ എത്ര തവണ ഒരു ബോൾ തന്നെ എത്ര തവണ ഉരുട്ടിയെന്നറിയാമോ. അതുകൊണ്ട് ഇത് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ഇത്തിരി ഒന്ന് കാറ്റൊന്നും ഇല്ലാത്തടത്തും കുഞ്ഞുങ്ങളില്ലാത്തടത്തും ഇന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് നല്ലപോലെ എന്ത് ചെയ്യുക, റോൾ ചെയ്യുക, റൗണ്ടാക്കുക.
അതിനുശേഷം എന്താണ് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആകാൻ വെക്കുക കേട്ടോ. ഡ്രൈ ആകാൻ വെച്ചതിനും കുഴപ്പമൊന്നുമില്ല. അപ്പം നല്ലപോലെ ഒട്ടിച്ചാൽ മതി. ആ ഒരു ഇതിൽ ഞാൻ ഓളാക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ചില്ലായിരുന്നു ഒരു റോപ്പ്, അതായത് ഒരു പേപ്പർ ടോയിന്. അപ്പം അത് കളർ അടിച്ചെടുക്കുന്ന ഇതും കൂടി ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പം അതും കൂടി ഒന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. നല്ലപോലെ കളർ ചെയ്തെടുക്കുക. ഇത് ജസ്റ്റ് കളർ ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത പടിയിലോട്ട് ചേരാം. അതായത് ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താണ് ആ മീൻ ജസ്റ്റ് ഞാൻ ഇങ്ങനെ എടുത്ത് വെക്കുന്നതെന്ന് പറഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുതിലോട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അത് ജസ്റ്റ് നമ്മൾ നോർമൽ ഗ്ലൂ യൂസ് ചെയ്ത് അതിലിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേ കണക്കിന് തെർമോകോൾ ബോൾസും എന്ത് ചെയ്യുന്നുണ്ട്, എടുത്തിട്ട് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. പെയിൻറ്റ് ചെയ്തതിന് ശേഷം അതൊക്കെ എനിക്ക് കാണിക്കത്തുള്ളൂ. പെയിൻറ്റ് ചെയ്തതിന് ശേഷം എന്താണ് ഇതേ കണക്കെടുത്ത് ഒട്ടിക്കുകയാണ്. നല്ല രസം തന്നെയാണ് കാണാൻ വേണ്ടി. അപ്പം നല്ല ഭംഗിയുള്ളതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ട്രൈ ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിലും വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷോർട്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ.